കേട്ടാ നന്റെ പളക്ക കേക്കട സഹോദരി പെങ്ങളെ, നന്റെ പളക്ക കേക്കട ഉമ്മ, നന്റെ പളക്ക കേക്കട രക്ഷിതാക്കന്മാരെ, അല്ലാഹു നിക്ക് മക്കളെ തന്നറാ. ആണുമക്കളെയും തന്ന, പെണ്ണുമക്കളെയും തന്ന, മക്കയില്ലാത്തെങ്ക മക്കളെ ബലകുന്തുള്ളര് അല്ല നിക്ക് മക്കളെ തന്നിട്ടിക്കുമ്പൊത്തുക. നീ തന്നെ മക്കളെ യന്ത്രാക്കിയളാ. നിക്ക് അല്ല തന്ന മക്കളെ നീ യന്ത്രാക്കിയ ഒന്ന് ചെല്ലമാ. നിന്റെ മക്ക നീ മരിച്ചൽ പിന്നെ ഒരു ക്വസ്റ്റൻ കേക്കട്ടാ. നീള ഇണ്ട് ജാവു ഗൗത്തുല് പോയിട്ട് വാളും ദഫ്ഫട മജിലിസെല്ലാം കഴിഞ്ഞാൽ പിന്നെ ദഫ്ഫട സ്പർദ്ധെല്ലാം കഴിഞ്ഞാൽ പിന്നെ നീ നിന്റെ ഒത്തുകു പോയിട്ട് ഉറങ്ങട സന്ദർഭത്തില് ബെൽക്കിരിയെല്ലാം ബന്ധാക്കിട്ട് സ്വിച്ചെല്ലാം ഓഫാക്കിട്ട് ചിമ്മട ലാസ്റ്റ് ഗായത്തുള്ളു കുറിച്ച് മതിതെല്ലാം ഓതിട്ടെല്ലാം ഓതിയാൽ പിന്നെ തരങ്ങണിക്ക് തലങ്ങളുടെ മേൽക്ക് ഇങ്ങനെ കൈ പേയിച്ചിട്ട് അതല്ലെങ്കിൽ തല പേയിച്ചിട്ട് കിടന്നിട്ട് ഒന്നു നേരെ കണ്ണു മുച്ചിട്ട് ആലോചനാക്കണോ. അല്ലാഹു തആല നിക്ക് തന്നെ ആണമക്ക, അല്ലാഹു നിക്ക് തന്നെ പെണ്ണമക്ക. അകസ്മാത്ത് ഇണ്ട് ജാവുക നീ ഉറങ്ങിട്ട് അവിടെ കേക്ക് മരിച്ചു പോയെങ്ക, സുബൈക നിന്റെ കൊണ്ട് എണിക്കുക ആവാത്ത പരിസ്ഥിതി വന്നെങ്ക, നിന്റെ മക്ക നാളെ നീ മരിച്ചപ്പോ നിന്റെ മക്ക നിക്ക് ഖുർആൻ ഓതുവറ, നിന്റെ മക്ക നിന്റെ മയ്യത്ത് കുളിപ്പാട്ട് വറ, നിന്റെ മക്ക നിന്റെ കഫനാക്ക് വറ, നിന്റെ മക്ക നിന്റെ മേളിൽ മയ്യത്ത് നിസ്കരിക്കുവറ, നിന്റെ മക്ക നീ മരിച്ചൽ പിന്നെ നിനക്ക് ഖുർആൻ ഓതി ദുആക്ക് വറ, നിന്റെ മക്ക നിന്നെ മരിച്ചൽ പിന്നെ നിന്റെ ഖബർസ്ഥാനത്തേക്ക് വന്നിട്ട് നിൽക്കുന്നു സലാം ചൊല്ലുവറ. വെള്ളിയാസനുണ്ട് നിന്റെ മക്ക വന്നിട്ട് പള്ളിയിൽ വെച്ചെടുക്കുക യാസീൻ ഓതിട്ട് നിക്ക് ദുആക്ക് വറ. പെരുന്നാളിടണ്ട് നിസ്കാര കഴിഞ്ഞ ബർത്തുക നിസ്കരിക്കട കാണാൻ മുന്നൊളുക. നിന്റെ കാലയുടെ ഭാഗത്തും തലയുടെ ഭാഗത്തും കുത്തിവെച്ചിട്ട് മീസാന് കല്ലുണ്ടല്ലേ, അതിന്റെ ഭാഗത്ത് നിന്നിട്ടൊന്ന് സലാമ ചൊന്നത് വാരക്ക് വറ. നീന് മരിച്ചൽ പിന്നെ നിന്റെ മക്ക പള്ളിയിൽ വന്നിട്ട് ഉസ്താദേ, ബാപ്പ മരിച്ചത് ബാപ്പയുടെ പേരിൽ ഹദിയ ഉസ്താദേ, പള്ളിക നിന്റെ മുസ്ഹഫ് ഉസ്താദേ, പള്ളിക മദ്രസത്തെ ബുക്ക് ഉസ്താദേ, പള്ളിയുടെ ഡോറ് നിന്റെ ബഗൽ ഉസ്താദേ, മിനാറ നിന്റെ ബഗൽ ഉസ്താദേ, ഫാൻ നിന്റെ ബഗൽ ഉസ്താദേ, പൈന്റിങ് നിന്റെ ബഗൽ ഉസ്താദേ, കാർപ്പറ്റ് നിന്റെ ബഗൽ ഉസ്താദേ. ഇതിന്റെ കൂലി നിന്റെ ബാപ്പക്ക് കൊടുക്കുക വേണായിട്ട്, ഇതിന്റെ കൂലി നിന്റെ ഉമ്മക്ക് എത്തുക വേണായിട്ട് ദ്വാരക്ക് ഉസ്താദേ. അങ്ങനെ നിന്റെ മക്ക ചെല്ലുവറള. എത്ര കടാക്കിട്ട് നീ അക കെട്ടിയ, എവിടെയുള്ള പട്ടികൾ എടുത്തിട്ട് നീ അക കെട്ടിയ, ചന്തത്തെ അക കെട്ടിയ മനുഷ്യ, നീ കെട്ടിയ ഔത്തുളി എത്ര നാള് കിടക്കു കൊണ്ടു ചെളുടെ ചിന്ത നീയാക്കിരെ. ഒന്നു കേക്കട്ടാ, തെച്ചിട്ടിക്കിട പ്രതി ഒരു മനുഷ്യരുടെ ഒന്നാണ് പിന്നെയും കേട്ടോണ്ടുള്ളത്. ബന്നത്ര ഇന്നും പോവുകൊണ്ടു ചെന്നു നീ പേരിച്ചിരേ, ബന്നത്ര ഇന്നും പോവുകൊണ്ടു ചെന്ന് നീ പേരിച്ചോണ്ടുള്ളേ. അള്ളാഹു നിനക്ക് 20 വർഷം ആയുസ് ഉണ്ട് തന്നിട്ടിന്നെങ്കിൽ 2 വയസ്സ് നിന്റെ 20 കണ്ടെങ്കിൽ ഇന്നും 20 വർഷം വയസ്സുണ്ടു ചെന്ന് നീ പേരിച്ചിട്ടുള്ളേ. അള്ളാഹു നിനക്ക് 50 വർഷം തന്നിട്ടുണ്ടെങ്കിൽ ഇന്നും 50 വർഷം നിനക്ക് ആയുസുണ്ട് പേരിച്ചിട്ടുള്ളേ. 60, 65, 70, 75 വർഷം വയസ്സായ ആളും മാറി ഈ സദസ്സിലുള്ളേ. അള്ളാഹു നിനക്ക് ഇന്നും 75 വർഷം വയസ്സ് തണ്ടാണ്ട് നീ കിനാവു കണ്ടോണ്ടുള്ളേ. ഇല്ല മനുഷ്യ, നാളത്തെ സൂര്യോദയം ആര് തേണ്ട് ഗൊന്തില്ലളാ, നാളത്തെ സൂര്യോദയം ആറ് നോക്കുകൊണ്ടോണ്ട് ഗൊന്തില്ലളാ മോണേ. മരണ ചെല്ലത് അത്ര മുട്ടത്തിൽ ഞങ്ങളെ വിട്ടുകിക്കട സന്ദർഭത്തിലും സമയത്ത് പടച്ചവനെ ചെന്നല്ല വെള്ളിയാസന്റെ ജുമുഅത്തെ പണ്ടത്തെ പ്രതീതി അങ്ങനെ എന്ത്, അണ്ടത്തെ സംസ്കൃതി അങ്ങനെ എന്ത്. അല്ലാഹുവേ ജണ്ടിനെ ഖുതുബ കഴിഞ്ഞാൽ പിന്നെ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തൊരു ദുആ ഉണ്ടുള്ള. ഒരു ദുആ കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ വട്ട ഖതീബ് ഉസ്താദ് അൽ ഫാത്തിഹ ചന്ദ്ര ഫാത്തിഹ വിളിക്കട്. രണ്ടാമത്തെ ദുആരക്കട് ഫാത്തിഹ ഓതിര ദുആരക്കട്. റബ്ബേ ഇതിർ പ്രതിഫലം ഞങ്ങളെ പാത്രാടി പള്ളിയുടെ പരിസരത്ത് ഖബർസ്ഥാനത്തിൽ കിടന്നിട്ടുള്ള ആളുമാരെ ഖബറുക ഇതിരെ മിസ്ൽ സവാബ് എത്തുപാട്ട് അല്ലാ. ഈ സദസ്സിൽ നിന്റെ പിരിസത ബാപ്പന്മാരെ ഇന്നും ഒരു കൊച്ചര നിന്റെ വിട്ടിക്ക് കേട്ടാ. നീന് വെള്ളിയാസണ്ട് ജുമാനസ്കാര കഴിഞ്ഞൽ പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിരേ, ഒന്ന് തിരിഞ്ഞു നോക്കിരേ. ചെമ്മാളുമാർ പള്ളിയുടെ ഓടിയോണ്ടുള്ളവർ എവിടെ കേട്ടങ്കും കൊന്തില്ല. അല്ല കുറെ പാലക്കാറുള്ളവർ പള്ളിക്ക് വേണ്ട നിസ്കാരം കഴിഞ്ഞപ്പുറത്ത് ഓട്ട നോക്കണം. ബേജാറാക്കണ്ട ചെല്ലതില് ഈ കാറ് ഈ ഹൈവേയിൽ അല്ലെങ്കിൽ റോഡിൽ കാറ് പോകുമ്പോഴത്തേക്ക് ബൈക്ക് പോകുമ്പോഴത്തേക്കു ഈ നായ് ഓടുപാട്ട് നോക്കിയിട്ടറിയാ അല്ലേ, കുരൽ മറ്റു നായ് അവനെ നായ് ഓടുപാട്ട് ചെന്നിട്ട് കടിക്കു ചെന്ന് ആക്സിലേറ്റർ കൊടുത്തെന്ന് കണ്ട പിന്നെ കണിയിലേക്കുവാ പോയിട്ട് കാറിന്റെ പിറകിൽ നായ് ഓടുപാട്ട്.
ನೀನು ನಾಯಿ ಬಂತು ಚೆന്നിಟ್ಟು പേടിക്കണ്ട് ബ്രേക്ക് ചവിട്ടിട്ട് നിന്നിപ്പാട്ടുള്ള നീನು നായി നായിടാ അതൊക്കെ പോട്ടു അത് ഓടുപാട്ടി ബണ്ട ശൈലി കാണുമ്പോഴത്തേക്ക് പേരിക്കൊണ്ടത് ബൈക്കടയും കാറും ഒട്ടിക്ക് മുഴുങ്ങിട്ട് പോകുന്നുണ്ട് അത്ര അർസത്തിൽ ബണ്ട് ഓടുപാട്ടിയുണ്ട് നീ ഒന്ന് ബ്രേക്ക് ചവിട്ടി നിപ്പാട്ടി നോക്കൂല അത് നിന്റെ ബൈക്കരമാ നിന്റെ കാറമ്മ മൂസിട്ട് സമയത്തോ നോക്കില്ല അത് അത്ര ആൾക്ക് പോണ്ട് ಅದಕ್ಕೆ ಗೊತ್ತಿಲ್ಲ ನಾನು ಎಂದಿಗೂ ಒಂದು ಓಡುಪಾಟ್ರಿ ಉಂಟು ಅದಕ್ಕೆ ಗೊತ್ತಿಲ್ಲ ಎಂದಿಗೂ ನಾನು ಇತರ ದೂರದಲ್ಲಿ ಓಡುಪಾಟಿ ಉಂಟು ಅದಕ್ಕೆ ಗೊತ್ತಿಲ್ಲ അങ്ങനെ കുറെ പാലക്കാർ അവസ്ഥ ബേജാറാക്കിരണ്ട ചെല്ലതില് പള്ളിയുടെ ഓടുക എവിടെ കണ്ട അവನಿಗೆ ಗೊತ್ತಿಲ್ಲ പണിയുണ്ട പണിയൊന്നില്ല ഔത്തുക്ക് പോണ്ട ഔത്തുക്കും എത്തില്ല എവിടെങ്കിലും കുറുപ്പാത്തിനോട് കട്ടല മോരില എവിടെങ്കിലും പൊളിക്കട്ട റിക്ഷല ഹോട്ടലിലെ സൈഡിൽ തെച്ചിട്ട് ആറ് എണ്ണ ഒട്ടിക്കട എന്തെങ്കിലും നീ ഓടിയും വന്നേ ಬೇರೆത്തേക്ക് പള്ളിയിലൊന്നും തെക്കും പോലെ ഇല്ല കുറെ ഉണ്ടങ്ങത്തെല്ല ചെല്ലൊക്കെ വേണമായിട്ട് ഞാൻ കേക്കടെ ആ ഓടുற കൂട്ടത്തിൽ നിന്റെ മോണുള്ളാണ് ആ ഓടുற കൂട്ടമുണ്ട് ഒരു പാർട്ടി അങ്ങനെ ഓടുற പാർട്ടി ഈ ഓടുற പാർട്ടിയിൽ നിന്റെ മക്ക ഉള്ളാണ്ട് കണ്ടെങ്കിൽ നീൻ എന്താക്കിട്ടും പ്രയോജനമില്ല വേസ്റ്റ് നിന്റെ ലൈഫ് നിസ്കാര കഴിഞ്ഞിട്ട് ഓടുറങ്ങളെ കൂട്ടത്തിൽ നിന്റെ മക്ക ഉള്ളാണ്ട് ഔത്തുക്ക് പോയിട്ട് ഫസ്റ്റ് ഞങ്ങളെ കാതര കുട്ടി പിടിക്കടെ എന്തുകളെ ഓടിയും വന്നേ നീണ് എന്തിനവണി എന്ത് നിക്ക് എന്തേ അവിടെ ഓതിര് ഉസ്താദ് ജണ്ടാമത്തെ ദുആത്തിൽ ഫാത്തിഹ ഓതിര് ദുആരക്കടെ നന്റെയും നിന്റെയും അജ്ജയുടെ പേരില് നന്റെ പേരിൽ ദുആരക്കുമ്പോ നീ ആമീൻ ചൊല്ലകില്ലെങ്കിൽ നന്റെ ഔത്തിൽ നീ ദൈക്കരെന്തുക നക്ക് ബാനായിട്ട് ബാപ്പക്കും ഉമ്മക്കും ദുആരക്കടെ സന്ദർഭത്തിൽ ആമീൻ ചൊല്ലുക നീ പള്ളിയിലില്ലെങ്കിൽ നിനക്ക് അത്ര മനസ്സില്ലെങ്കിൽ ഒരു 2 നിമിഷം പള്ളിയിൽ ദൈക്കുക നിനക്ക് പുറുസത്തില്ലെങ്കിൽ ഈ ഔത്തിൽ നീ ദൈക്കരെന്തുക നന്റെ ആഹാരം നീ എന്തുക്ക് തിന്നിട നീണ് ഇന്നൗത്ര പിത്തൽക്ക് പറവു തീര നീ ഇത് നണ്ടക ഇത് അത്ര ആണത്വത്തോടു കൂടെ ചൊല്ലുടെ പവർ പാപ്പട ഒട്ടിക്ക് വേണോ ഉണ്ടാ ഞങ്ങളെ അവസ്ഥ ധൈര്യം ഉണ്ടാ നിക്ക് നീനെ മൂത്ത് മരിച്ചെങ്കിൽ നിന്റെ മക്ക നിക്ക് ഖുർആൻ ഓതി ഇത് ഹദിയാക്കുവാറുണ്ട് ധൈര്യം ഉണ്ട നിക്ക് നീനെ മരിച്ചാൽ പിന്നെ നിന്റെ മക്ക നിന്നെ മേലെ മയ്യത്ത് നിസ്കാരത്തേക്ക് ഇമാമത്ത് നിക്കുവാർ ചെന്നിട്ട് ഖബർസ്ഥാനത്തിൽ ബന്ധു വാർത്ത് കുറുക്കെങ്കിൽ ഒരു ഫാത്തിഹ ഓതിര് നിന്റെ മക്ക നിക്ക് സലാം ചൊല്ലു ചില ധൈര്യം ആറ് കൊണ്ടൊന്ന് കൈയുദ്ധാക്കി ആക്കുറ വേണമെങ്കിൽ കൈയുദ്ധാക്കണ ചെന്നെ മാത്രം അവർ ചന്തത്തേക്ക് ചെന്നേ ആർക്ക് ധൈര്യം ഉണ്ടെന്ന് എന്റെ മക്ക നാ മരിച്ചാൽ പിന്നെ കനിഷ്ഠ പക്ഷെ വാർത്തു കുറുക്കെങ്കും പള്ളി വന്നൊരു യാസിനൊത്ത് ദ്വാരക്കുറച്ചുള്ള ധൈര്യം ആർക്കുണ്ട് പിന്നെന്തുകളാ നീ മക്കളെ ബൽത്തിയെ എന്ത് മക്കളെ ബൽത്തിയെ എഞ്ചിനീയറും ഡോക്ടറും ലോയറും സയന്റിസ്റ്റും അവർക്ക് വേണമായിട്ടാ അതെല്ലാം അഗത്യ അനിവാര്യ ഞങ്ങളെ മക്ക ഡിപ്പാർട്ട്മെന്റിൽ വേണോ ഗസറ്റഡ് ഓഫീസർമാർ വേണോ ഭൂ ഇലാഖയിൽ വേണോ ഖനി ഇലാഖയിൽ വേണോ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഞങ്ങളുടെ സമുദായത്തെ ആൾമാർ അത്യഗത്യ അയങ്ക ഏതാ എങ്കും നാളെ ആഹ്റത്ത് ഉപ്പക്കാറ കിട്ട പോലത്തെ മക്കാവണോ യാസീൻ ഓതാത്ത നീ മരിച്ചാൽ പിന്നെ നിനക്ക് ദ്വാരക്കട പോലത്തെ ദ്വാരക്കില്ലാണ്ട് കണ്ടെങ്കിൽ ആ മോണു ലോയർ ആയെങ്കെന്തേ എഞ്ചിനീയർ ആയെങ്കെന്തേ പൈലറ്റ് ആയെങ്കെന്തേ എന്റെ മണ്ണായെങ്കെന്തേ എന്ത് കതിര ബൽത്തരേ ಅದರ ಬಲ್ತ್ರ ಕಾಣ ഇവിടെ ಬಾಳೆ ನಟ್ಟಿട്ട് തണ്ണി ബീത്തിരണ്ട് കണ്ടെങ്കിൽ നിനക്ക് ബാളെ എങ്ങനെ തിന്നണ്ട അത്തങ്ങൂർ ഉപകാര കിട്ടാന്ത് ഉപകാര ഇല്ലാത്ത മക്കൾ എന്തൊക്കെ ബൽത്തിയ നീನು ചുമ്മുണ്ട് ചൊല്ലുകയുണ്ട് ഗാഞ്ചത്തെല്ല കാല അവിടെല്ല ഈ ഭാഗത്തെല്ലാം അങ്ങനെ ഇക്കലാണ്ട് പേരിക്കടെ ബാരി സമുദായം എവിടെ ഉണ്ട് അവിടെ എല്ലാം നിറഞ്ഞു പോയിട്ട് റബ്ബേ പളക്ക പറയും പോലെ നിങ്ങൾ വാദിച്ച നിങ്ങൾ ലൈവിൽ കേട്ടിട്ട് പിറ്റാണ്ട് സഭയ്ക്ക് കോള് ജാഗ്രത ആക്കണോ ഗാഞ്ചത്തെ വിജയ പളക്ക പറഞ്ഞെങ്കിട്ട് ഇങ്ങനത്തെ പരിസ്ഥിതി ഉണ്ട് എപ്പോ ഞങ്ങൾ സുധാരുടെ ഒരു ഡേറ്റ് ബൈക്കോറു സുധാരുടെ ഒരു ഡേറ്റ് ബൈക്കോറു എപ്പോ ഞങ്ങളെ ഈ സമുദായത്തെ മക്കളെ ബാലക്കറ സുധാർ പാട്ടറേ ചുമ്മ ഉണ്ട് ചൊല്ലുക പോയെങ്കിൽ അപ്പൊ കനിഷ്ഠ പക്ഷ പഴയ സംസ്കൃതിക്ക് പല ഇസ്ലാമുക്ക് ഞങ്ങൾ തിരിച്ചു പോണോ പല ഇസ്ലാമുക്ക് ഞങ്ങൾ തിരിച്ചു പോണു വേറെ തെരുവില്ല നിസ്കാര കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുവിന്റെ റസൂല് പടിപാടിയത് ആ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഫാത്തിഹ നിങ്കൊണ്ടുണ്ടല്ല ഫാത്തിഹ ചെല്ലത് പരിശുദ്ധ പരിശുദ്ധ ഖുർആനുടെ താക്കോളായിട്ട് ഇവിടെ ഫാത്തിഹ ചെല്ലത് ഫാത്തിഹ ഊതിൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് ചെല്ലൊരു സൂറത്ത് നിങ്ങളൊരു ഓദ്രതല്ല ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്തിരേണ്ടി തരതുക്കുള്ള പവരത്രേണ്ട നിക്ക് തെരിയണ ഒരു നാള് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മസ്ജിദുൽ ഖുബായുടെ പള്ളി നിങ്ങളെല്ലാവരും കേട്ടിട്ടിക്കുവാറ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ ശനിയാസരണ്ടും എല്ലാ വാരത്തെ ശനിയാസരണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മസ്ജിദുൽ ഖുബാ സിയാറത്താക്കിയോണ്ട് ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയ ഹദീസിൽ കാണ്ട് അത്രയും പവിത്രമായ പള്ളി ആ പള്ളിക്ക് ഒരു സ്വഹാബിയുടെ ഇമാമത്തായി നിപ്പാട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സ്വഹാബിയതാ എല്ലാ 5 വക്ത് നിസ്കാരത്തിലും ഫാത്തിഹ ഓതിയൽ പിന്നെ ആ റായത്ത് ഇമാമു റായത്ത് ഖതീബ് ഉസ്താദായിട്ടുള്ള സ്വഹാബിയതാ എല്ലാ
5 വക്ത് നിസ്കാരത്തിലും ഫാത്തിഹ ഓതിയാൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ചെണ്ട സൂറത്ത് ഓതുറ്. അതിൽ പിന്നെ വേറെ സൂറത്ത് ഓതുറ്. ഞങ്ങളെ റായത്തിൽ വന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൂറത്ത് ഖതീബ് ഉസ്താദ് ഓതുറല്ലേ. അങ്ങനെ അയാൾ അങ്ങനല്ല, എല്ലാ ഫാത്തിഹത്തെയും സൂറത്തെയും ഇടൽ ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ 5 വക്ത് നിസ്കാരത്തിലും ഫസ്റ്റ് 2 റക്അത്തിൽ ഫാത്തിഹ ഓതിയാൽ പിന്നെ സൂറത്ത് ഓതുറക്കാണ് ഇടൽ ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്. എല്ലാ നാളിലും എല്ലാ 5 വക്തിലും അതേപോലെ ആക്കിയോണ്ടിന്ത് സ്വഹാബത്ത് ബാക്കി സ്വഹാബത്ത് ചെന്നറ് ഉസ്താദേ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു നിസ്കാര പടിപാട്ടിട്ടില്ല. ഫാത്തിഹയിൽ പിന്നെ വേറെ ഒരു സൂറത്തിലെ ഇടലൊരു ഖുൽ ഹുവല്ലാഹു അഹദ് 5 വക്തിലും ഓതുന്നത് പോലെ ഇങ്ങനത്തൊരു നിസ്കാര പുണ്യ ഹബീബോടി പാട്ടിട്ടില്ല. ഞങ്ങൾക്കാരും അത് ചെന്തന്നിട്ടില്ല. നിങ്ങൾ എന്റെ പുതിയതൊന്ന് തുടങ്ങിയ മാണ്ട് കേട്ടപ്പോ ആ സ്വഹാബി അതൊന്നും കാതുക കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അങ്ങനെ മേയാക്കിയോണ്ടിന്ത്. അങ്ങനെ 6ാമത്തെ ജമാഅത്ത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടപിട്ട് കംപ്ലൈന്റ് ആക്കിയത്, യാ റസൂലല്ലാഹ് ഞങ്ങളെ റായത്തുക്ക് ഞങ്ങൾക്ക് ഖതീബായിട്ട് നിയമക്കാക്കിയ നിങ്ങളെ ആ സ്വഹാബി ഉണ്ടല്ലോ നബിയെ, നിങ്ങൾ നിസ്കരിക്കണത് ഞങ്ങൾ കണ്ട നബി. അങ്ങനെ ഒരു നിസ്കാരം നിങ്ങൾ നിസ്കരിക്കില്ല, നിങ്ങളെ കാണയാറ് ഫാത്തിഹൽ പിന്നെ സൂറത്ത് ഓതുറ ഇടലൊരു ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയോണ്ടുണ്ട് നബിയെ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ അത് തപ്പൂണ്ടും ചൊന്നില്ല, അത് സമാണ്ടും ചൊന്നില്ല. എന്തും ഒന്നും കേൾക്കാത്ത സ്വഹാബിയുടെ വെളിപ്പാട്ട് യാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ സ്വഹാബിയിൽ കേക്കട സ്വഹാബാ ഇങ്ങ ഒരു ദൂറ് തന്നത് അത് സമമാ സ്വഹാബത്തെ ഒക്കു നബിയേണ്ട് ചൊന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സ്വഹാബത്തിൽ കേക്കട എന്തുകളാ നീ അങ്ങത്തത് നീ ആറാക്കിയോണ്ടുള്ളത്, നാണ് പഠിപ്പാട്ടാത്തത് പുതിയതൊന്നും എന്തൊക്കെ നീ ആറാക്കിയുണ്ട് കേട്ടപ്പോ ആ സ്വഹാബി ചൊല്ലി ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്. ആ ഖുൽ ഹുവല്ലാഹു അഹദ് ചെണ്ട സൂറത്ത് നക്ക് വല്ലാത്ത പിർസ നബിയെ, വല്ലാത്ത ഇഷ്ട നബിയെ. അതുകൊണ്ട് നാണ് യാറ ചൊല്ലകു കാരണാണ്ട് നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അത് ഇന്ന് വേണ്ടാണ്ട് ചെന്നില്ല. ബദലഗ് ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. ആ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് ചെണ്ട സൂറത്തിലെ പിരിസപ്പാടുണ്ടല്ലേ, അത് നിന്റെ സ്വർഗത്തേക്ക് കടത്തിറ് ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് അത്രയും പവിത്രമായ സൂറത്തുൽ ഖുൽ ഹുവല്ലാഹു അഹദ് ചെണ്ട സൂറത്ത് ഓതുമ്പത്തുകോ നിന്റെ മോണ് പള്ളിയിലില്ലടാ. ഏത് മുസീബത്തും